ഹായ്. അപ്പൊ ഇന്നലെ ഒരു സിനിമ കണ്ടിട്ട് വന്നു. ജീത്തു ജോസഫിന്റെ ഡയറക്ഷൻ പുറത്ത് വന്നിട്ടുള്ള മലയാളത്തിലെ ഏറ്റവും ലേറ്റസ്റ്റ് ഇറങ്ങിയ ക്രൈം കോമഡി ഫിലിം നുണക്കുഴി. അപ്പൊ അതൊന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കും എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോ നുണക്കുഴി ഡയറക്ടർ ജീത്തു ജോസഫിന്റെ സംവിധാനത്തിൽ എത്തുന്ന 18ാമത്തെ ചിത്രമാണ് നുണക്കുഴി. ഈ സിനിമയുടെ റൈറ്റിംഗ് KR കൃഷ്ണകുമാറിന്റെ ആണ്. സിനിമയിലെ മെയിൻ റോൾസിൽ വരുന്നത് ബേസിൽ ജോസഫ്, ഗ്രേസ് ആന്റണി, സിദ്ദിഖ്, ബൈജു, മനോജ് കെ ജയൻ, ബിനു പപ്പു, അജു വർഗീസ്, ലെന, സ്വാസിക, അൽതാഫ്, നിഖില എന്നിവരാണ്. സിനിമയുടെ ഒരു ബേസിക് പ്ലോട്ട് എന്ന് പറയുന്ന ഒരുപാട് ഡിഫറെന്റ് ബിസിനസ്സസ് ഒക്കെ ഉള്ള വളരെ റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലിയിലെ ഇപ്പോഴത്തെ അവകാശിയായ എബി, പുള്ളി അദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മയുടെ നിർബന്ധ പ്രകാരം ബിസിനസ് ഒക്കെ ഏറ്റെടുത്ത് നടത്തുവാൻ തുടങ്ങിയിരിക്കുകയാണ്. എബിയുടെ വെഡിങ് വളരെ റീസെന്റ് ആയിട്ടാണ് നടന്നിട്ടുള്ളത്. ആൻഡ് നമ്മുടെ നാട്ടിൽ ഉത്തരവാദിത്ത ബോധമൊക്കെ വരാനുള്ള ഒറ്റമൂലിയായി കാണുന്ന കല്യാണം എന്ന ചികിത്സ നടത്തിയത് അദ്ദേഹത്തിന് അതിനുള്ള മെച്ചോറിറ്റി ഒന്നും ആവാതെയാണെന്ന് പുള്ളിയുടെ അമ്മ തന്നെ സിനിമയിൽ പറയുന്നുണ്ട്. അപ്പോ ഒരു ദിവസം എബിയുടെ ഓഫീസിൽ ഒരു ഇൻകം ടാക്സ് റെയ്ഡ് നടക്കുവാണ്. ഈ ഒരു റെയ്ഡിന്റെ ഭാഗമായിട്ട് പുള്ളിയുടെ പേഴ്സണൽ ലാപ്ടോപ്പ് സീസ് ചെയ്യപ്പെടുന്നു. എബിക്ക് എന്ത് വില കൊടുത്തും ആ ലാപ്ടോപ്പ് തിരിച്ചു കിട്ടണം. അത് പക്ഷേ കമ്പനിയിലെ തിരിമറിയോ ഒന്നുമായിട്ട് കണക്റ്റഡ് അല്ല. പുള്ളിയുടെ മാരേജ് ലൈഫ് തന്നെ പ്രശ്നത്തിലായേക്കാവുന്ന, വൈഫ് ചിലപ്പോൾ പുള്ളിയെ കാര്യമായിട്ട് തന്നെ എന്തെങ്കിലും ചെയ്തേക്കാവുന്ന തരത്തിലുള്ള ചില റീസൺസ് ഉള്ളത് കൊണ്ടാണ്. റീസൺസ് എന്താണെന്ന് ഞാൻ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയുന്നില്ല, അത് നിങ്ങൾ സിനിമ കണ്ടു തന്നെ അറിയണം. അപ്പൊ ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയുള്ള എബിയുടെ ശ്രമങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന സംഭവങ്ങളും മറ്റ് രണ്ട് സൈഡ് ലൈൻ സ്റ്റോറീസും ഇത് രണ്ടിലേക്കും പല പല ആളുകൾ കണക്റ്റഡ് ആവുന്നതുമാണ് നുണക്കുഴിയിൽ നമ്മൾ കാണുന്നത്. നമ്മളെ കൊണ്ട് കൂടുതലൊന്നും ചിന്തിപ്പിക്കാതെ സ്ക്രീനിൽ അപ്പം നടക്കുന്ന കാര്യങ്ങൾ കാണിച്ച് അതിൽ സിറ്റുവേഷൻസ് ബേസ് ചെയ്ത് ഹ്യൂമർ ഉണ്ടാക്കി ചിരിപ്പിച്ച് പെട്ടെന്ന് അടുത്ത സീൻസിലേക്ക് പോകുന്ന തരം ഒരു ട്രീറ്റ്മെന്റ് ആണ് നുണക്കുഴിയിൽ കാണാൻ പറ്റുന്നത്. സിനിമ നമ്മൾ പലയിടത്തും ഒരു 80s ലാസ്റ്റ് അല്ലെങ്കിൽ 90s ബിഗിനിങ്ങിലെ മലയാളത്തിലെ തന്നെ സ്ലാപ്സ്റ്റിക് മൂവീസിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കഥ മുന്നോട്ട് പോകുന്തോറും പലതിൽ നിന്നും രക്ഷപ്പെടാൻ പലരും പല നുണകൾ പറഞ്ഞ് നുണകളുടെ ഒരു പടുകുഴിയിലേക്ക് വീഴുക. അതാണ് നുണക്കുഴി എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ലൗഡ് കോമഡീസ് കുറെ അധികം ആവശ്യമായി വരുന്ന ഒരു തീം. അപ്പൊ നാച്ചുറലി ഏറ്റവും നന്നായിട്ട് സിനിമയിൽ വർക്ക് ആവേണ്ടത് ആക്ടേഴ്സിന്റെ പെർഫോമൻസ് ആണ്. അപ്പോഴാണ് ഓരോ സീൻസിലും ആബ്സല്യൂട്ട് റിസൾട്ട് നമുക്ക് കിട്ടുക. ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് നുണക്കുഴി കുറെയൊക്കെ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. ആദ്യമേ പറയാം, ഈ സിനിമയിലെ ഒരു ആക്ടറിനും അവർക്ക് കിട്ടിയിരിക്കുന്ന റോൾസ് ഒരു ചാലഞ്ച് അല്ല. അവർക്കിത് ചെയ്ത് തഴക്കം വന്ന തരം ക്യാരക്ടേഴ്സ് ആണ്. ആൻഡ് ഓരോ ആക്ടറും ആ ഒരു എക്സ്പീരിയൻസ് കൂടെ യൂസ് ചെയ്ത് കൺവിൻസിംഗ് ആയിട്ട് തന്നെ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ലീഡ് റോൾ ചെയ്തിരിക്കുന്ന ബേസിലിന് അദ്ദേഹത്തിന്റെ ക്യാരക്ടർ ഫേസ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് കൃത്യമായിട്ട് കണക്ട് ആവുന്ന രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് അദ്ദേഹത്തിന്റെ മിക്ക ക്യാരക്ടേഴ്സും വിജയിക്കുന്നത് നമ്മളുമായിട്ടോ നമുക്ക് അറിയാവുന്നവരൊക്കെ ആയിട്ടോ ഉള്ള ആ ഒരു ക്യാരക്ടറിനുള്ള ഒരു റിലേറ്റബിലിറ്റി കൊണ്ടാണ്. ആ ഒരു ഫീൽ ഇവിടെയും കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഗ്രേസിന്റെ കാര്യം. പുള്ളിക്കാരിക്ക് വളരെ എളുപ്പത്തിൽ ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റുന്ന ഒരു റോള് ആ ഒരു ഈസിനെസ്സിൽ തന്നെ ചെയ്തിരിക്കുന്നു. സിദ്ദിഖ് എന്ന ഗ്രേറ്റ് ആക്ടറും അദ്ദേഹത്തിന് കേക്ക് വാക്ക് ആയിട്ടുള്ള എന്നാൽ മറ്റൊരാൾ ചെയ്താൽ ഓവറായി പോയേക്കാവുന്ന തരത്തിലുള്ള ഒരു വേഷം ചെയ്ത് സിനിമയുടെ ഹ്യൂമർ എലമെന്റ് നിലനിർത്തിയിട്ടുണ്ട്. ബട്ട് ഒരൊറ്റ ആളുടെ പെർഫോമൻസ് ഈ സിനിമയിൽ എടുത്തു പറയണമെങ്കിൽ അത് സാക്ഷാൽ ബൈജുവിന്റെ ആണ്. കൗണ്ടേഴ്സും സ്ക്രീൻ പ്രസൻസും കൊണ്ട് അദ്ദേഹം സ്ക്രീനിൽ വരുന്നത് മുതൽ പുള്ളി ഓരോ സീനിലും ബാക്കി എല്ലാരെയും ഡോമിനേറ്റ് ചെയ്ത് നിറഞ്ഞു നിൽക്കുക മാത്രമല്ല, സിനിമ ഫ്ലാറ്റ് ആയി പോകുന്ന പല സ്ഥലത്തും ആ ഒരു ചിരിയുടെ ടോൺ തിരിച്ചു കൊണ്ടുവരുന്നത് അദ്ദേഹത്തിന് മാത്രം പറ്റുന്ന ആ ഒരു ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ഡയലോഗ് പ്രസന്റേഷനും മാനറിസവും ഒക്കെയാണ്. ബാക്കിയുള്ള ആക്ടേഴ്സ് അവർക്ക് തന്നെയും ടാലന്റഡും നമുക്ക് ഇഷ്ടപ്പെട്ടവരും ഒക്കെ ആണെങ്കിലും ഈ സിനിമയിലെ അവരുടെ പ്രകടനങ്ങളും റോൾസും പ്രത്യേകിച്ച് പരാമർശിച്ചു പോകാൻ മാത്രം ഉള്ളതായിട്ട് തോന്നുന്നില്ല. മുമ്പ് കണ്ടിട്ടുള്ള സിനിമകളെ ഓർമ്മിപ്പിക്കും എന്ന് പറഞ്ഞല്ലോ. പ്രധാനമായിട്ടും ഒരു ക്യാവോസസ് ആൻഡ് കൺഫ്യൂഷൻസ് ഒക്കെ കാണുന്ന ചില പ്രിയദർശൻ മൂവീസ്, പിന്നെ ലൗഡ് ഹ്യൂമറും സ്ലാപ്സ്റ്റിക്സും കണ്ടു വന്നിട്ടുള്ള ദിലീപ് ഏട്ടൻ മൂവീസ്, അത്തരത്തിലുള്ള സിനിമകളുടെ ഒരു പാറ്റേൺ ആണ് നുണക്കുഴി ഫോളോ ചെയ്യുന്നത്. ചില പോർഷൻസ് വരുമ്പോൾ സിനിമ ഒന്നൊരു സ്ട്രെയിറ്റ് ലൈനിൽ പോകുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഭൂരിഭാഗം ഇടങ്ങളിലും കോമഡീസ് നല്ല പോലെ തന്നെ വർക്ക്ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും കഥയിലെ ഹൈലൈറ്റ് മൊമെന്റ്സിൽ ഓരോ പുതിയ പ്രശ്നങ്ങളും കൊണ്ടുവരുന്നിടത്തും അത് ക്യാരക്ടേഴ്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നിടത്തുള്ള കോമഡിയൊക്കെ നല്ലപോലെ ചിരിപ്പിച്ചിട്ടുണ്ട്. ജീത്തു ജോസഫ് സിനിമകൾ എങ്ങനെയാവും എന്നത് വല്ലാതെ അൺപ്രഡിക്റ്റബിൾ ആണല്ലോ. വളരെ മികച്ചത് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ഓഫ് മൂവീസ് തന്നെ ഉണ്ടല്ലോ. ദൃശ്യം, മെമ്മറീസ്, മൈ ബോസ്, ഹ്യൂമൻ. അതേസമയം വളരെ ആവറേജ് ആയ ആദി, 12th മാൻ, ലൈഫ് ഓഫ് ജോസൂട്ടി എന്നിവ പോലെ തന്നെ ഇറങ്ങണ്ടായിരുന്നു എന്ന് തോന്നിപ്പിച്ചിട്ടുള്ള ഊഴം, മിസ്റ്റർ ആൻഡ് മിസസ് റൗഡി എന്നിങ്ങനെയുള്ള ചിത്രങ്ങളും അദ്ദേഹത്തിന് ക്രെഡിറ്റിലുണ്ട്. ഈ ഒരു സിനിമകളെ ഒരു ലിസ്റ്റ് ആക്കി എടുത്താൽ ഇതിൽ മികച്ച സിനിമകളുടെ താഴെ നിൽക്കുകയും എന്നാൽ ആവറേജോ അതിന് മോശമോ ആയ സിനിമകൾക്ക് മുകളിൽ വെക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് നുണക്കുഴിയെ പറ്റി തോന്നുന്നത്. എസ്പെഷ്യലി തിയേറ്റർ വാച്ച് അനുഭവം വെച്ച് നോക്കുമ്പോൾ
നിറഞ്ഞ സദസ്സിൽ ഒരു കൂട്ടച്ചെരിയോടെ കാണുമ്പോൾ കിട്ടുന്ന ഫീല് അത് OTT ആയി വന്ന് ഒറ്റയ്ക്ക് ഒരു സൈലന്റ് സ്പേസിൽ കാണുമ്പോൾ കിട്ടുന്നതിൽ നിന്നും തീർച്ചയായിട്ടും കൂടുതൽ തന്നെ ആയിരിക്കും. കോമഡിയിൽ കിട്ടിയ അത്രയും സാറ്റിസ്ഫാക്ഷൻ സിനിമയിലെ ത്രില്ലർ മോഡിന് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ത്രൂ ഔട്ട് നമ്മൾ ഇങ്ങനെ ത്രില്ലടിച്ചിരുന്ന് എന്താവും എന്ന ആൻസൈറ്റി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അടുത്ത് എന്താണ് നടക്കാൻ പോകുന്നത് എന്നതൊക്കെ വളരെ ഈസി ആയിട്ട് പ്രഡിക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ ഈ സിനിമ ഒരു കോമഡി ത്രില്ലർ അല്ല, ജസ്റ്റ് ക്രൈം കോമഡി ആണ് എന്നതുകൊണ്ട് ഇത് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്ത സീൻസ് എന്തായിരിക്കും എന്ന് അറിയാമെങ്കിലും അതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്, അതിലെ ഫണ്ണി മൊമെന്റ്സ് എന്താണ് എന്ന് കാണുമ്പോഴല്ലേ അറിയൂ. അതാണെങ്കിൽ മോശമാക്കിയിട്ടുമില്ല. ഇത്രയും പറയുമ്പോൾ തന്നെ ഫിലിമിൽ നിന്ന് എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടത് എന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാവും എന്ന് കരുതുന്നു. ഇതിലൊരു ചോയ്സ് എടുക്കുക എന്നത് ഏറെക്കുറെ ഈസി ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലുള്ള സിനിമകൾ ബ്രെയിൻലെസ് എന്റർടൈനേഴ്സ്, അവ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ സിനിമയുടെ കഥ ഇടയ്ക്കൊന്ന് സ്ലോ ആയാലും പ്രധാനപ്പെട്ട മൊമെന്റ്സിലെല്ലാം വരുന്ന നല്ല കോമഡികൾ, അതിൽ തന്നെ ആക്ടേഴ്സിന്റെ പെർഫോമൻസ് കൊണ്ട് നിലനിൽക്കുന്ന തരം ഹ്യൂമർ, അത് ആസ്വദിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തിയേറ്ററിൽ തന്നെ കാണാവുന്ന ഒരു ചിത്രമാണ് നുണക്കുഴി. ആൻഡ് ഒരു കാര്യം കൂടി, ഈ ഒരു രീതിയിൽ പഴയ സിനിമകളുടെ ട്രാക്ക് പിടിച്ച് വരുന്നത് കൊണ്ട് തന്നെ ന്യൂജൻ കോമഡീസ് കൊണ്ട് നിറച്ചല്ല നുണക്കുഴി വരുന്നത്. പലർക്കും ഉള്ള ഒരു പ്രശ്നമാണ്, നമ്മളെ വളരെ അധികം എന്റർടൈൻ ചെയ്യിക്കുന്ന സിനിമകൾ ചിലത് പാരന്റ്സിന് അത്ര താല്പര്യം തോന്നിയില്ല എന്നത്. നുണക്കുഴി ആ കാര്യത്തിൽ സേഫ് ആണ്. നമ്മുടെയൊക്കെ പാരന്റ്സിന് കൂടെ ചിരിക്കാൻ പാകത്തിനുള്ള ഹ്യൂമർ ആണ് സിനിമയിലുള്ളത്. സോ അവരുമായിട്ട് തിയേറ്ററിൽ ഒരു കോമഡി സിനിമ ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ടിക്കറ്റ് എടുക്കാൻ പറ്റിയ ചിത്രമാണ് നുണക്കുഴി. അപ്പോ അത്രയുമാണ് സിനിമയെ പറ്റി പറയാം എന്ന് കരുതിയത്. അങ്ങോട്ട് പറഞ്ഞ പോലെ തിരിച്ച് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഇങ്ങോട്ടും പറയും എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം ചാനലിൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ അല്ലെ. അപ്പൊ മറ്റൊരു വീഡിയോ വരുന്നവരെ ബൈ.